ഞാനിന്ന് ചുവപ്പ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി അത് കണ്ടിട്ട് ഇനി ആരും ഷർട്ടിൻ്റെ പേരിൽ CPM വോട്ട് ചെയ്യിച്ചു എന്നൊന്നും പറയരുത്. കാരണം കോൺഗ്രസ് ഇന്ന് മാനന്തവാടിയിൽ അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് ബൂത്തിലാകെ യാത്ര ചെയ്തപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പ്രവർത്തിക്കുന്ന നിരവധി ആളുകളെ കണ്ടിരുന്നു. അവരൊക്കെയായിട്ട് സംസാരിച്ച് വളരെ സൗഹാർദ്ദപരമായിട്ട് പിരിയുമ്പോഴാണ് മാനന്തവാടിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു, ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് ആണ് അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. ഒന്ന് മാനന്തവാടി പോലെയുള്ള ഒരു സമാധാനവും സൗഹൃദപരവുമായിട്ട് ഒരു മുമ്പോട്ട് പോകുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോപണം, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് എന്തിനാണ് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. അതിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ, സ്കൂൾ അധ്യാപികയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കാവി നിറത്തിലുള്ള വസ്ത്രം ധരിച്ചതുകൊണ്ട് അവർ BJP പിന്തുണയ്ക്കുന്നു എന്നൊക്കെ. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞാൻ ഇന്നിട്ടിരുന്നത് ചുവപ്പാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി CPM പിന്തുണച്ചു നിങ്ങൾ പോയി പറയല്ലേ. അതൊരു വസ്ത്രത്തിന്റെ പേരിലൊക്കെ വെറുതെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പോലെയുള്ള ഉണ്ടയില്ലാവടി വയ്ക്കുന്ന വളരെ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. എന്താണ് ഇന്ന് മാനന്തവാടിയിലെ ചെറുവട്ടൂര് സംഭവിച്ചിട്ടുള്ളത്, അതായത് ചെറുകാട്ടൂരിൽ സംഭവിച്ചിട്ടുള്ളത്? അതായത് ഇന്നൊരു ഉച്ചയോട് കൂടി അവിടുത്തെ പോളിംഗ് ബൂത്തിലേക്ക് ഒരു യുവതി വന്നു കഴിഞ്ഞ് അവർക്ക് പോളിംഗ് ബൂത്തിൻ്റെ മുമ്പിലോട്ട് ചെല്ലുന്ന സമയത്ത് ആ EVM മുമ്പിലോട്ട് അവർ ചെല്ലുന്നു. അവിടെ നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് നേരെ EVM നമ്മുടെ മെഷീൻ്റെ മുമ്പിലോട്ട് ചെല്ലുന്നു. മെഷീൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ അവർക്കിത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാകാതിരുന്നപ്പോൾ ആ വ്യക്തി ഈ പോളിംഗ് ഓഫീസറായിട്ടുള്ള അധ്യാപികയോട് പറഞ്ഞ് എനിക്കിത് മനസ്സിലാവുന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി, അതായത് പോളിംഗ് ഓഫീസിൽ ഈ EVM മുമ്പിൽ നിൽക്കുന്ന വോട്ടർക്ക് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാതെ വന്നപ്പോൾ തൻ്റെ കയ്യിലിരുന്ന ആ ഡമ്മി ബാലറ്റ് എടുത്തു കാണിച്ചിട്ട് ഇതുപോലെയാണ് അവിടെ ഉള്ളത്, അതായത് ഒറിജിനൽ EVM ഇതുപോലെയാണ് അവിടെ ഉള്ളത്, അതിൻ്റെ ആ വലതുവശത്ത് കാണുന്ന ബട്ടണിൽ അമർത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഒരു രസം എന്താ വെച്ചാൽ ഈ ഡമ്മി ബാലറ്റിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്യാംരാജിന്റെ പേരോ BJPയുടെ ചിഹ്നമോ ഇല്ല. ഡെമ്മി ബാലറ്റ് എന്ന് പറയുന്നത് ബാലറ്റ് ആ EVM ഒരു കോപ്പി മാത്രമാണ്. അതില് കുറച്ച് അതിനകത്ത് എന്താണ് EVM രൂപം എന്താണോ ആ ഒരു രൂപം മാത്രം അവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പേരോ ഒരു ചിഹ്നമോ ഇല്ല. ഇവിടെ കോൺഗ്രസ്സുകാരൻ ആരോപിക്കുന്നത് ബൂത്തിൽ വന്നിട്ടുള്ള വോട്ടർമാരെ ഡമ്മി ബാലറ്റിൽ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു, കാണിച്ചു കൊടുക്കുന്നു. ഞാൻ ഒരു വളരെ ലളിതമായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാനന്തവാടിക്കും വയനാട്ടിനും പുറത്തുള്ള കോൺഗ്രസ്സുകാരോടൊക്കെ ചോദിച്ചോട്ടെ, ഈ ഡമ്മി ബാലറ്റില് ഒരാളുടെയും കോൺഗ്രസ്സുകാരൻ്റെയോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ BJPക്കാരൻ്റെയോ ഒരു സ്ഥാനാർത്ഥിയുടെയും, അതായത് ശ്രീമതി ഉഷ വിജയൻ്റെയോ അല്ലെങ്കിൽ ശ്രീ OR കേളുവിൻ്റെയോ എൻ്റെ ഒന്നും പേരില്ലെന്നിരിക്കെ ഡമ്മി ബാലറ്റ് കാണിച്ചിട്ട് എങ്ങനെയാണ് ശ്യാംരാജിന് വോട്ട് ചെയ്യണം എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുക? രണ്ടാമത്തെ ചോദ്യം, ഈ കോൺഗ്രസ്സുകാരൻ പറയുന്നത് ഡമ്മി ബാലറ്റിൽ മൂന്നാമതുള്ള പേരെന്റെയാണ്, ഒറിജിനൽ ബാലറ്റിൽ EVM മൂന്നാമതുള്ള പേരെന്റെയാണ് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള P ശ്യാംരാജിന്റെ പേരാണ് ഉള്ളത്. അതുകൊണ്ട് ഡമ്മി ബാലറ്റിലെ മൂന്നാമത്തെ കോളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൈ വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയെ ഞാൻ വിളിച്ചു, പോളിംഗ് ഓഫീസറെ ഞാൻ ചോദിച്ചു. അവർ പറയുന്നു, എന്റെ ശ്യാമ എനിക്കിതൊന്നും മനസ്സിലാകുന്ന പോലുമില്ല, എൻ്റെ വസ്ത്രത്തെ ചൊല്ലിയിട്ടൊക്കെയാണ് ഇവരിവിടെ വലിയ കലാപം ഉണ്ടാക്കുന്നതാണ്. വല്ലാത്തൊരു കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അതിനകത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പരാതി ഉയർന്ന ഉടൻ തന്നെ സബ് കളക്ടറുടെ അടുത്ത് പോവുകയും സബ് കളക്ടർ ചോദിച്ചത് ഇതൊക്കെ ഒരു പരാതിയാണോ എന്നാണ്. ഒന്നാലോചിച്ചോക്കണം, ഇതൊക്കെ ഒരു പരാതിയാണോ എന്നാണ്. അതായത് യഥാർത്ഥത്തിൽ ഇന്ന് മാനന്തവാടിയിലെ ചെറുകാട്ടൂർ എന്ന് പറയുന്ന ബൂത്തിൽ സംഭവിച്ചിട്ടുള്ളത് കണ്ണ് കാണാൻ അത്രമാത്രം കണ്ണ് പിടിക്കാത്ത, EVM എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ശരിയായിട്ടുള്ള ധാരണ ഇല്ലാത്ത ഓർമ്മക്കുറവ് ഉള്ള ഒരു വ്യക്തി EVM മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇതിലെന്താണ് ചെയ്യേണ്ടത്, എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ന് പോളിംഗ് ഉദ്യോഗസ്ഥയോട് പറയുമ്പോൾ അവർ ഡമ്മി ബാലറ്റ് എടുത്തിട്ട്, അതായത് ഒറിജിനൽ EVM അടുത്ത് പോവുകയല്ല ചെയ്തേ, ആ ഉദ്യോഗസ്ഥ ഇരിക്കുന്ന ചെയറിൽ തന്നെ, ഇരിക്കുന്ന ബെഞ്ചിൽ തന്നെ, ബെഞ്ചിൽ ഡെസ്ക് ഇട്ടിരിക്കുന്നത്, ആ ഉദ്യോഗസ്ഥ ഇരിക്കുന്ന ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് ഈ
ഡമ്മി ബാലറ്റ് എടുത്തിട്ട് ഇതുപോലെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആ EVM ഉള്ളത്, EVM ബാലറ്റ് ഉള്ളത്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഞെക്കിയാൽ മതി, അല്ലെ പ്രസ് ചെയ്താൽ മതി എന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ഇത്രമാത്രം കോലാഹലം ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ അവര് ഈ ഡമ്മി ബാലറ്റ് എടുത്തു കാണിക്കുമ്പോൾ അവരുടെ കൈ അറിയാതെ എന്തോ മൂന്നാമത്തെ കോളത്തിലോട്ട് പോയി. അതിനാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഡമ്മി ബാലറ്റ് എടുക്കുന്നു, മൂന്നാമത്തെ കോളത്തിന്റെ അങ്ങോട്ട് ഒരു തവണ എന്തോ പോയി, അത് BJPക്ക് വോട്ട് ചെയ്യിക്കാനാണ് എന്നാണ് ഈ കോൺഗ്രസിന്റെ ആരോപണം. മറ്റൊരു കാര്യം, ഇതില് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കള്ളം, അതായത് ഒന്നിലധികം ആളുകളെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇപ്പോൾ ആ ബൂത്തിലിരുന്ന BJPയുടെ ബൂത്ത് ഏജന്റുമാരടക്കമുള്ളവരോട് സംസാരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലൈവ് ഇപ്പോൾ മാനന്തവാടിയിൽ ഇരുന്ന് ചെയ്യുന്നത്. അവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയെ ചൊല്ലിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്, ഒരു പരാതി ഉണ്ടായിട്ടുള്ളത്. ആ പരാതിയിന്മേൽ സബ് കളക്ടറുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു പരാതിയാണോ എന്ന് സബ് കളക്ടർ ചോദിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവർക്കെതിരെയുള്ള നടപടികളൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഇരിക്കെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ കോൺഗ്രസ്സുകാർ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത് നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പോലെ അതിൽ നിന്ന് കണ്ടുപഠിച്ചതാണോ എന്നെനിക്ക് അറിയില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ആരോപണമൊന്നും ഉന്നയിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, വോട്ട് ചോരി ആരോപണം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി 2 ലക്ഷത്തോളം വോട്ടും BJPക്ക് വെറും 4000-ഓളം വോട്ട് മാത്രം ലഭിച്ച മണ്ഡലത്തിൽ, മാലേഗാവ് സെൻട്രൽ മണ്ഡലത്തിൽ കോൺഗ്രസ് പറഞ്ഞത് അവിടെ 20,000-ഓളം വരുന്ന കള്ളവോട്ടുകൾ നടന്നു എന്ന് വെച്ചാൽ സ്വന്തം പറമ്പിലേക്ക് തന്നെ ഒരു ബോംബിടുക. അതായത് BJPക്ക് 4000 വോട്ട് മാത്രം കിട്ടുകയും കോൺഗ്രസിന് 2 ലക്ഷം വോട്ട് കിട്ടുകയും ചെയ്തെടുത്ത് 20,000 കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കള്ളവോട്ട് ആരാ ചെയ്തിട്ടുള്ളത്? കോൺഗ്രസ്സുകാരനാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം. ഇതേ വോട്ട് ചോരി ആരോപണം തന്നെയാണ് ഇവിടെയും ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു ഡമ്മി ബാലറ്റ് ചൂണ്ടി പേരോ ചിഹ്നമോ ഇല്ലാത്ത ഡമ്മി ബാലറ്റിൽ ഇതുപോലെയാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്താൽ അതെങ്ങനെയാണ് താമരയ്ക്കാണ്, BJPക്കാണ് എന്നൊക്കെ പറയുന്നത്? വല്ലാത്ത കഷ്ടം തന്നെ. ഇങ്ങനെ കോൺഗ്രസ് പരാജയ ഭീതിയിൽ, ഞാനിപ്പോൾ ഇന്ന് കേരളത്തിലുടനീളം നടന്നിട്ടുള്ള വാർത്തകളെ കുറിച്ചൊന്നും എനിക്ക് കാണാൻ അധികം താമസിച്ചിട്ടില്ല. കാരണം ഇന്ന് പറ്റിയിട്ടില്ല. കാരണം ഇന്ന് ബൂത്തുകളിലും ഒക്കെ ഉള്ള യാത്രയായിരുന്നു. ഇലക്ഷന്റെ 10-20 ദിവസത്തെ ക്ഷീണമുണ്ട്. അപ്പോൾ വാർത്തകളൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരും ഇതേ രീതിയിൽ TN പ്രതാപൻ എന്തോ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ കേരളത്തിലുടനീളം ഇതേപോലെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരാജയ ഭീതിയിൽ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുമായിട്ട് വരുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് കോൺഗ്രസിനോട് പറയാൻ പറ്റിയിട്ടുള്ളത്. ഇടതുപക്ഷവും തെറ്റല്ലാത്ത, എനിക്ക് ഇന്ന് ഞങ്ങളൊരു ബൂത്തിൽ ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അനാവശ്യമായിട്ട് അവിടെ കിടന്ന് ബോണം ഉണ്ടാക്കലൊക്കെ ഉണ്ട്, ഒരു DYFക്കാരനാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇരു കക്ഷികളും പരാജയ ഭീതിയിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കലാണ്. അപ്പോൾ എനിക്ക് മാധ്യമങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾ, റിപ്പോർട്ടറിന്റെ അവരുടെ നിഷ്പക്ഷതയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകളോട് എനിക്ക് പറയാൻ പറ്റുള്ളത്, ഇവിടെ സ്ഥാനാർത്ഥിയുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ എല്ലാ അവിടുത്തെ റീഡർമാർക്കും എല്ലാ ആളുകൾക്കും എന്നെ അറിയാവുന്നതാണ്. അതിനകത്ത് ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്നെ അറിയാവുന്നതാണ്. എന്നെ വിളിച്ചൊന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ ചോദിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊരു അഭിപ്രായം കൂടി എനിക്ക് ഉണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ പറയുന്നത്, കോൺഗ്രസ് ഇത്തരത്തിലുള്ള വോട്ട് ചോരി ആരോപണങ്ങളൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഗ്രൗണ്ടിൽ പണിയെടുക്കൂ, എന്നിട്ട് ജയിക്കൂ. അതിനകത്ത് ഇവിടെ മാനന്തവാടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അടിത്തറ ഇല്ലാത്ത ഒരു മണ്ഡലമൊന്നും അല്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നെനിക്കറിയില്ല. കാരണം ഈ വന്ന ഏകദേശം 20 ദിവസമായിട്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോഴും എല്ലാ ആളുകളോടും അത് ഞങ്ങളുടെ പ്രവർത്തകർ, ഇതര രാഷ്ട്രീയ കക്ഷികളിലെ പ്രവർത്തകരൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള സഹകരണവും ഒക്കെ ആയിട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം കൊണ്ടുവന്ന് വളരെ മോശമായി പോയെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഏറ്റെടുത്തിട്ടുള്ള മാധ്യമങ്ങളും അതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, ആ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ അവർ ചെയ്ത ജോലിയെ പോലും മോശമായി കാണുന്ന രീതിയിലാണ്. അവരാകെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടിലായിരിക്കുക കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയെ ഒറ്റ തിരിഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതല്ലെങ്കിൽ യാഥാർത്ഥ്യബോധമില്ലാതെ, എനിക്ക് തോന്നുന്നു ഇനി വെറുതെ ചാനലുകളിൽ വരാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സ്വന്തം ഫോട്ടോ വരാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ പോലും സംശയിച്ചാൽ അതിനെ തെറ്റു പറയാനും പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പോലും പാടില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് 2-3 കള്ളങ്ങളെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കട്ടെ. രാധാകൃഷ്ണൻ ഹായ് ബ്രോ, അഖിൽ മേക്കളമ്പത്ത് ഏട്ടൻ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആരെ പോകാൻ പറ. കണ്ണൂരിൽ നിന്നുള്ള പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട്. രാഖി പറയുന്നുണ്ടോ, സന്തോഷം. ചന്ദ്രൻ കാണുന്നുണ്ട്. അഖിൽ കേളോത്തുണ്ട്.
പിന്നെ വയനാടിനെ വിട്ടുപോകരുത് പ്രതീക്ഷയാണെന്ന് കൃഷ്ണദാസ്. തീർച്ചയായിട്ടും വയനാടിനെയല്ല കേരളത്തെ നമ്മൾ ഒന്നിനെയും നമ്മൾ അങ്ങനെ വിട്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. എന്തായാലും എല്ലാവരോടൊപ്പം തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം, പ്രസ്ഥാനം പറയുന്നതനുസരിച്ച്. ഇനി പാലക്കാട് ശോഭയോട് കുതിക്കും കൃഷ്ണപ്രണവ് പറയുന്നത് ശരി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എൻ്റെയും കുടുംബത്തിനെയും അടക്കം 32 വോട്ടുകൾ. ഓ, വലിയ സന്തോഷം. മനു ആരെ പറയുന്നുണ്ട്. വലിയ സന്തോഷം. എന്തായാലും അങ്ങനെ ധാരാളമായിട്ടുള്ള വോട്ടുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ആര്യനജിയുണ്ട്, കുഞ്ഞുമോൻ വയനാടുണ്ട്, ഉണ്ണി ഗംഗാധരൻ വിജയാശംസകൾ നേർന്നിട്ടുണ്ട്, വിനു മാനന്തവാടി നമസ്തേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്തേ. ഇതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് കമൻറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ചന്ദ്രൻ്റെ നമസ്തേ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കുന്നു. എനിക്ക് തോന്നുന്നത് സമയം കുറച്ച് വൈകിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ ഈ പോയിന്റിലോട്ട് വന്നുകൊണ്ട് നിർത്താം. അതായത് ഇന്ന് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് മാനന്തവാടിയിൽ പോളിംഗ് ഓഫീസർ താമര ചിഹ്നത്തിൽ കുത്താൻ വേണ്ടിയിട്ട് വന്നിട്ട് വോട്ടർമാരോട് ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അത് പച്ചയായിട്ടുള്ള കള്ളമാണ്. ഈ വന്നിട്ടുള്ള ആളുകളെ, അതായത് വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകൾക്ക് ഈ EVM-ൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വന്നപ്പോൾ ഈ പോളിംഗ് ഓഫീസറോട് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന ആ ഡമ്മി ബാലറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരെണ്ണം നിങ്ങളുടെ മുമ്പിലുമുണ്ട്, അതിൽ കുത്തുകയാണ്, അതിൽ പ്രസ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഒക്കെ ഉള്ളത് ഈ വോട്ട് ചോരി പോലെയുള്ള കോൺഗ്രസിന്റെ വില കുറഞ്ഞിട്ടുള്ള, നിലവാരം കുറഞ്ഞിട്ടുള്ള ആരോപണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് വസ്ത്രത്തിൽ ആ ഉദ്യോഗസ്ഥ ധരിച്ചിട്ടുള്ള വസ്ത്രം കാവി ഓറഞ്ച് നിറമായതുകൊണ്ട് അവർ BJPക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വന്നിട്ടുള്ളതാണ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളങ്ങനെ കോൺഗ്രസ്സുകാരങ്ങനെ ആരോപിച്ചു, അതിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടിരുന്ന ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ന് ഈ നമ്മുടെ ഈ സിനിമയിലെ, നമ്മുടെ യോദ്ധ സിനിമയിലെ അരിശിമൂട്ടിൽ അപ്പുക്കുട്ടൻ ആവരുത്. നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ ജയിക്കുക. അതല്ലാതെ ഇത്തരത്തിലുള്ള വെറുതെ തോറ്റു കഴിയുമ്പോഴത്തേക്ക്, അല്ല തോക്കാൻ പോകുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുമായിട്ട് വരരുത്. അത് ഞങ്ങളെന്തായാലും മനസ്സിലാക്കുന്നു. മാനന്തവാടിയിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു മുന്നേറ്റം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വലിയൊരു മുന്നേറ്റം ഈ കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശം അടക്കമുള്ള എല്ലാ പ്രവർത്തനത്തിലും, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പബ്ലിസിറ്റിയിലും ഒക്കെ BJP ഒരുപാട് മുമ്പിലാണ്. ഇപ്പോൾ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സ്വീകാര്യതയിലൊക്കെ BJP ഒരുപാട് മുമ്പിലാണ്. അപ്പോൾ അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തിക്കലാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. മാധ്യമങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, ഒരു കാര്യം, നിങ്ങളൊരു വാർത്ത കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം വാർത്ത കൊടുക്കുക. മാധ്യമങ്ങൾ പറഞ്ഞ പോലെ 4 പേരെ കൊണ്ടൊന്നും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം കേരളത്തിൽ മൊത്തം BJP നടത്തുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ള മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണിത്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് ജനങ്ങളോടൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. പരാജയ ഭീതി കൊണ്ടാവാമെന്ന് ഗോപിക പറയുന്നുണ്ട്. മാനന്തവാടിക്ക് മാത്രമല്ല മൊത്തം കേരള ജനതയ്ക്ക് താങ്കളെ പോലുള്ള ആളുകളെ വേണമെന്ന് പറയുന്നുണ്ട്. റംഷീനവ് സന്തോഷം. ആശാ മനോജ് ആശംസകൾ പറയുന്നുണ്ട്. അനീഷ് മോഹൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ ആളുകളോടും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ഇലക്ഷൻ്റെ പ്രവർത്തനത്തിലായിരുന്നപ്പോൾ മാനന്തവാടിയിലെ ജനങ്ങൾ അകമഴിഞ്ഞ വലിയ സ്നേഹം തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളായാലും റീലായാലും, ഇനി മാനന്തവാടിയിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒക്കെ നമ്മളെ അങ്ങനെ അകമഴിഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ തറവാടുകളിൽ, നമ്മുടെ ഇവിടുത്തെ വീടുകളിലൊക്കെ വലിയ ഒരു ഈവൻ ഇതര പ്രസ്ഥാനങ്ങളിലുള്ള ഐഡിയോളജിയിലുള്ള ആളുകൾ പോലും വലിയ രീതിയിൽ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനെല്ലാം വലിയ സന്തോഷം. മാനന്തവാടിയിലെയും വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളോടൊപ്പം ഇനിയും എന്തായാലും ഉണ്ടാകും. ഈ ഒരു അവസരം അതിനുവേണ്ടി കൂടി ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തകർ, നമ്മുടെ പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകർ രാത്രിയോ പകലോ എന്നില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം എന്നോടൊപ്പം എറണാകുളത്തു നിന്നും, ഇടുക്കിയിൽ നിന്നും, കോഴിക്കോട് നിന്നും, മലപ്പുറത്തു നിന്നൊക്കെ ഉള്ള ഒരു വലിയൊരു ടീം ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാം ഇവിടുത്തെ നമ്മുടെ പ്രവർത്തകരോടൊപ്പം, ഇവിടുത്തെ പ്രവർത്തകർ തന്നെ ആയി. ഒരു 20 ദിവസത്തേക്ക് ആ ആളുകളും മാനന്തവാടിയിലെ പ്രവർത്തകർ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും വലിയ
സന്തോഷം അതിലെല്ലാം. അതിനിടയിൽ കൂടിയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടക്കട്ടെ. പക്ഷെ അത് ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കും. അതെന്തായാലും അടുത്ത മാസം വോട്ട് എണ്ണുമ്പോഴത്തേക്ക് അതിൻ്റെ ഉത്തരം നിങ്ങൾക്കും കിട്ടിക്കോളും എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. 1000 വിജയാശംസകൾ എന്ന് സുനിൽകുമാർ പറയുന്നുണ്ട്, അനീഷ് ശ്യാംജി എന്ന് പറയുന്നുണ്ട്, അഖിൽ ജ്യോതിഷ് വിജയാശംസകൾ പറയുന്നുണ്ട്, കേരളം മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പ്രജീഷ് ബെസ്റ്റ് വിഷസ് പറയുന്നുണ്ട്, നമിത വിജയാശംസകൾ പറയുന്നുണ്ട്, യദു മാനന്തവാടിയിൽ ഉണ്ടാവണം, തീർച്ചയായിട്ടും മാനന്തവാടിയിൽ ഉണ്ടാവണം എന്ന് ചോദിക്കുന്നുണ്ട്. മമ്മൂട്ടി ചോദിക്കുന്നുണ്ട് എത്ര സീറ്റ് കിട്ടും കേരളത്തിൽ. മൊത്തം 140 സീറ്റുകൾ കിട്ടും. എന്തായാലും BJP വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നാണ്. അതിപ്പം എന്തായാലും 4-ാം തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിൽ. എന്തായാലും സീറ്റുകൾ ഉണ്ടാവും, വലിയൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാവും. സർവ്വം മോദിമയ വോളിബോൾ കളി പൊളിയായിരുന്നു. എത്ര കളിച്ചേക്കുന്നു. അതിനെ ടച്ച് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കാമായിരുന്നു. ഒന്നുകൂടെ ഒരു സമയം കിട്ടിയാൽ ഇനിയും കളിക്കണം എന്ന ആഗ്രഹമുണ്ട്. സമയത്തിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. നീരജ് ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ശ്രുതി വയനാടിൻ്റെ മണ്ണിൽ പ്രവർത്തനം തുടരട്ടെ എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ മാനന്തവാടിക്ക് ആവശ്യമുണ്ടെന്ന് കിഷോർ പറയുന്നു. ഓൾ ദ ബെസ്റ്റ് വാസുദേവ് പറയുന്നു. റിജിന ഹൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിനിമോൾ വിജയാശംസകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജില്ലു നമ്മുടെ ഇവിടുത്തെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. നമ്മുടെ ഒരുപാട് വീഡിയോസൊക്കെ ജില്ലുവിൻ്റെ പ്രൊഫൈൽ വഴി വലിയൊരു റീച്ച് ഉണ്ടായിരുന്നു. എന്ത് വന്നാലും കൂടെ ഉണ്ടാവും ജില്ലു പറഞ്ഞിട്ടുണ്ട്. റംല നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. അഖിൽ മേക്കലാങ് മഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാബുരാജ് സല്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യദു ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. വിജയകുമാർ ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും എന്തായാലും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എനിക്ക് കോൺഗ്രസ് പാർട്ടിയോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇനിയും മുമ്പോട്ട് വരാതിരിക്കുക. നമുക്ക് യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തിട്ട് പോകും. ഇന്നിപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം നടത്തിയിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളത്? സബ് കളക്ടർ ഒരു തള്ളിപ്പറഞ്ഞു. അവിടെ ആ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾ അതിനെ തള്ളിപ്പറഞ്ഞു. നിങ്ങൾക്കൊരു വാർത്ത കിട്ടി എന്നതിനപ്പുറത്തേക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മൊറാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഞാൻ ആ ഉദ്യോഗസ്ഥർ, അവരൊരു സ്കൂൾ അധ്യാപികയാണ്, അവരെ വിളിക്കുമ്പോൾ അവരാകെ ദുഃഖിതയായിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. കാരണം അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുക, മാധ്യമങ്ങളൊക്കെ വാർത്ത വരിക എന്ന് പറയുന്നത് വളരെ ഒരു സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അധ്യാപകരെ, സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ ഒക്കെ കരിവാരിത്തേക്കുന്ന, കേവലമായിട്ടുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് കരിവാരിത്തേക്കുന്ന നടപടികൾ ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണം. കാരണം അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അപ്പോൾ ഇന്ന് മാനന്തവാടിയിൽ ഒരു പോളിംഗ് ഓഫീസറും ഒരാളും BJPക്ക് വോട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി, ഒരു വോട്ടർ ബൂത്തിൽ വന്ന സമയത്ത് അവരെ വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, EVM-ഇനകത്തെ ബാലറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥയുടെ കയ്യിലുണ്ടായിരുന്ന ഡമ്മി ബാലറ്റ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കാണിച്ചിട്ട് ഇതിൽ ഉള്ളതുപോലെയാണ്, ഇതിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ് കാണിക്കേണ്ടത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരോടും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിഷിലൊക്കെ എൻ്റെ വോട്ട് ശ്യാംജിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ ശ്യാമേട്ട മാനന്തവാടിക്ക് ശ്യാമേട്ടൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജയിക്കുമെന്ന് ശ്രീനി ധർമ്മഗിരി പറഞ്ഞിട്ടുണ്ട്. അജീഷ് ബാബു BJP ജയി പറഞ്ഞിട്ടുണ്ട്. വിജയേഷ് വിജയാശംസകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എന്തായാലും വരും ദിവസങ്ങളിലും കാണാം. കുസാറ്റിൽ നമ്മൾ ജയിക്കുമെന്ന് വിചാരിച്ചോ? എന്നിട്ട് കുസാറ്റിൽ നമ്മൾ ജയിക്കുമെന്ന് വിചാരിച്ചെങ്കിലേ നമ്മൾ ജയിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. എന്തായാലും സന്തോഷം. അന്ന് എല്ലാവരും വർക്കിലുണ്ടായിരുന്നു. അതിലും വലിയ സന്തോഷം. നിങ്ങൾ ജയിക്കും ബ്രോ, സർവ്വമോദിമയം മീൻസ് കേരളം ജയിക്കും. അതെ, തീർച്ചയായിട്ടും നമുക്ക് ജയിക്കണം. എന്തായാലും ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള നുണക്കഥകളുമായിട്ട് അവർ ഇനിയും വരട്ടെ. നമുക്ക് ഇനി അതിനെയൊക്കെ പൊളിച്ചു കളയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി മാനന്തവാടിയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒപ്പം നിന്ന മാനന്തവാടിയിലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അമ്മമാർ, ഞങ്ങളുടെ പ്രവർത്തകർ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, കച്ചവടക്കാർ, ഓട്ടോ ചേട്ടന്മാർ, ബസ് തൊഴിലാളികൾ, മുഴുവൻ ആളുകൾ, നമ്മുടെ കൃഷിക്കാർ, നമ്മുടെ വലിയൊരു എണ്ണത്തിലുള്ള ആദിവാസി മേഖലയിലെ നമ്മുടെ സഹോദരങ്ങൾ, അവിടുത്തെ തറവാടുകളിലൊക്കെ പോകുമ്പോൾ വലിയ സ്വീകാര്യതകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ മാനന്തവാടിയിൽ ഇനിയും ഉണ്ട്. അപ്പോൾ എനിക്ക് കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ നിങ്ങൾക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കോൺഗ്രസ് പാർട്ടിക്ക് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ആ വ്യക്തി മന്ത്രിയായിട്ടുമാണ് ഇന്നും
ഈ സമരഭൂമിയിലും കയ്യേറ്റ ഭൂമികളിലുമൊക്കെ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ, സ്വന്തമായിട്ടുള്ള പട്ടയമില്ലാതെ, ഈ ടാർപോളിൻ വലിച്ചു കെട്ടിയ വീടുകളെന്ന് വിളിക്കുന്ന കൂരകൾക്കിടയിൽ അടച്ചുറപ്പുള്ള മുറികൾ പോലും ഇല്ലാതെ, ടോയ്ലറ്റുകൾ പോലും ഇല്ലാതെ. ശ്രദ്ധിക്കണേ, ഈ 2026 ഏപ്രിൽ 9 ഞാനിരുന്ന് ഫേസ്ബുക്കിൽ ലൈവിൽ പോകുമ്പോൾ മാനന്തവാടിയിൽ ടോയ്ലറ്റുകൾ പോലും ഇല്ലാത്ത വീടുകൾ ഉണ്ടെങ്കിൽ അതിന് UDF മന്ത്രി ആയിരുന്ന നിങ്ങൾ കൂടി കാരണമാണ്. അത് മനസ്സിലാക്കിക്കോ നന്നായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പാവപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള കുതിരകയറൽ നിങ്ങൾ നിർത്തണം എന്ന് മാത്രമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. മുഴുവൻ ആളുകൾക്കും, മാനന്തവാടിക്കകത്തും പുറത്തും ഒക്കെയുള്ള മുഴുവൻ ആളുകൾക്കും ഇത്ര ദിവസം നൽകിയിട്ടുള്ള സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി, അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.